सत श्री अकाल। सत श्री अकाल। हरिंदर कहाँ है? इतना टाइम हो गया, ढाबा पे नहीं गया अभी तक? ഇന്ന് പിള്ളേരുമായിട്ട് പുറത്തു പോകാനിരിക്കുക ഡ്രസ് എടുക്കാൻ. ഉത്സവമല്ലേ വരുന്നത്? അത് നന്നായി. പക്ഷെ അവനെ കണ്ണു കെട്ടി വിടണം. ഇല്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും നോക്കും, അവന്റെ സ്വഭാവവും മാറും. അവൻ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോ ഉള്ളില് തീയാ. എന്റെ ഉശിര അവന് കിട്ടിയിരിക്കുന്നത്. സസ്രീകൽ ബാബുജി. സസ്രീകൽ ബേട്ട, നീ ഇന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതെങ്ങനെയാ? ടൗണിൽ പോണെന്നും പറഞ്ഞ അവളുമാരെ വളഞ്ഞിരിക്കല്ലേ. പിന്നെ പപ്പൻ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, കടയിലെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളൂ. എനിക്കെന്തോ അവൻ അത്ര വിശ്വാസം പോരാ. ഒരു കള്ള ലക്ഷണമുണ്ട്. ബാബുജി പപ്പനെ വിശ്വസിക്കാം, നല്ലവനാ. ഇവരെയൊക്കെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുന്നേ. ഇന്നലെ തന്നെ നീതുവിനൊരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ശ്വേത എന്ത് കോലമാടിയത്? ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ടൂടെ നിനക്ക്? ഒന്ന് തരിഞ്ഞ ഒരു ട്രെൻഡ്. അമ്മേ സമയം പോണു. നന്നായിട്ടൊന്ന് ഡ്രസ് സെലക്ട് ചെയ്യാനുള്ള സമയം കൂടി കിട്ടില്ല. കേറിക്കോ. അമ്മ ഗുളി കഴിക്കണം, ഇന്നലത്തെ പോലെ മറക്കരുത് കേട്ടോ. ശരി മോനെ. നീ കടയിൽ കയറില്ലേ? കേറിട്ടേ പോവുള്ളൂ. പേടിക്കണ്ടടി, എല്ലാ കടയിലും കയറി നിറങ്ങാനുള്ള സമയമുണ്ട്. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. ബീഡി അളക്കുമ്പോ പാല് വലിക്കാം. തറുതല്ലോ പറയുന്നോടാ. ഈ അവന്റെ അനിയനാണ് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയനാ. ഹരിയന്വേഷ് വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അതാ എന്റെ പൂജ. ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് ഒരെണ്ണം തന്നു. നമ്മുടെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നോക്കടാ, അവന്മാര് വായും കീറി കറങ്ങുന്ന കണ്ട. മല്ല് കണ്ട ഇന്നിവിടെ തീ പാറും. श्वेता, भैया बस बस ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? ഇങ്ങനെ പോയാ മിക്കവാറും ഇവന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നീ ആ പെൺകുട്ടികളെ കണ്ടില്ലേ? അവനും അവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്? അവന്റെ അതേ കണ്ണുകൾ, അവന്റെ അതേ മൂക്കുകൾ. വേറൊന്നും അവനെ പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം പാഴാക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ പഠിപ്പിക്കാം. ഒട്ടിക്കാനല്ല, പിന്നെ ഒട്ടാൻ. ഒട്ടാനാ? നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. എന്ത്? ഒട്ടുക. അവളുമായിട്ട്, ആ പൂജയുമായിട്ട്. എന്തിന്? ഒട്ടുപാല് ചവിട്ടി വലിക്കുന്ന പോലെ മല്ലു ഇവനെ ചവിട്ടി വലിക്കുന്നത് കാണാനോ? പോടാ. അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല. എടാ, അവളെ, ആ പൂജയെ നീ വളയ്ക്കണം. എന്നിട്ട് അവളുടെ മനസ്സിന്റെ താക്കോല് നീ നിന്റെ കൈവെള്ളയിൽ വാങ്ങണം. എന്തിന്? നീ പറയുന്ന പോലെ മല്ലുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അവളിലൂടെ നീ അതങ്ങ് തുറന്നെടുക്കണം. അതെങ്ങനെ? 24 മണിക്കൂറും തലയിൽ പന്തവും ചുറ്റി കൂടെ നടക്കുകയല്ലേ ആങ്ങളെന്നും പറഞ്ഞു. മോനെ, അനിമോനെ, അതിന് മാർഗമുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ ബൈസാക്കി ഉത്സവം തുടങ്ങും. അന്ന് ഈ മല്ലു സ്ട്രീറ്റിന് ഉറക്കമില്ല. രാപകലില്ലാതെ എല്ലാവരും മതി മറന്ന് ആഘോഷിക്കുന്ന സമയം. നിനക്കറിയോ,
അങ്ങനെ ഒരു ഉത്സവത്തിനാ ഞാൻ എന്റെ ശ്വേതയെ വളച്ചത്. നീയും എന്നെ പോലൊരു മിടുക്കനാ. നിനക്ക് അതിന് സാധിക്കും. എന്താടാ എന്നെ എത്ര നന്നായി അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? നാണം കെട്ടവൻ. കേറ്റ് കളയും. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരെ ആരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ടേ പന്നി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ആര്? ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയടാ. അതുകൊണ്ട് അയ്യടാ, ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. ദാ, നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. ഇവനെ ഞാൻ ചവിട്ടിന്ന് എടാ, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. അയ്യോ പറയരുത്, പിടിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ തെണ്ടിയെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാം. അങ്ങനെ വഴിക്ക് വാടാ. എടാ, ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുരിച്ചീർത്ത് ഇടിക്കുകയും ചെയ്യാം, അവള് വരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലവും തീരും. നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ ഇപ്പൊ പണിന്ന് പറഞ്ഞ കന്നുകാലികളെ നോക്കാനാ ആളെ വേണ്ടത്. ഇവറ്റയൊക്കെ പുല്ല് കൊടുക്കാനും മറ്റും. ഹൈ, നാൽക്കാലികൾ എന്റെ ജീവനാണമ്മേ, എന്റെ സ്വന്തം കൂടപ്പറപ്പുകൾ. അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? എന്നാലും ഹരീന്ദ്രനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ദേ പപ്പനറിയാം, ഇവിടെ ഈ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ ജോലിക്ക് വെക്കാൻ അവന് ഇഷ്ടമല്ല. എല്ലാവരെയും പപ്പനെ പോലെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അവൻ ചോദിക്കുന്നേ. ഈ പപ്പനെ പോലെ തന്നെ അമ്മയ്ക്ക് എന്നെയും വിശ്വസിക്കാം. അമ്മ പറഞ്ഞ ഹരീന്ദ്ര സമ്മതിക്കും. എന്റെ അകന്നൊരു ബന്ധുവാ, ഒളിച്ചുപോയ അമ്മായിയുടെ മോൻ. ആ നോക്കട്ടെ. നീങ്ങി വന്നേ പറയട്ടെ. എടാ, അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു തന്നെയാണോ? പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാരെ കണ്ടാൽ അറിയാതെ പോലും നീ ഒന്ന് നോക്കിപ്പോരുത്. ഇനി അഥവാ അവരെന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ജപ 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 പൊട്ടനെ പോലെ അങ്ങ് നിന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനെ പോലെ. അതാരാ? എന്റെ അമ്മായിയുടെ മോന. ഓ, പക്ഷെ മറ്റേ പാട്ട് പാടാലോ. ഹൈ, സോനരേ സോനരേ സൊന്നിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തിൻ്റെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെന്താ ഭ്രാന്തായ? ഈ ചാണകം ചവിട്ടിന്ന് തോന്നുന്നു. അത് ചവിട്ടിക്കോ, മല്ലു ചവിട്ടാൻ നോക്കിയാ മതി. ഇത് കണ്ട, ഇത് മുഴുവൻ ഗോതമ്പോടാ. നീ പണിയെടുത്ത് മരിക്കും പോലെ പറന്നു നിന്നോണം. ആ അമ്മ എന്താ ഒന്നും പറയാത്തെ? ആരാ എന്താന്നൊക്കെ അറിയാതെ ആരെന്തു വന്ന് ചോദിച്ചാലും സമ്മതിച്ചോളൂ. ഒരുത്തനൊരു ജോലി വേണേ പപ്പനാദ്യം എന്നോടല്ലേ ചോദിക്കേണ്ടത്? അവനറിയാൻ നടക്കില്ലെന്ന്. പണ്ട് ഇതുപോലെ ഒരുത്തന് ജോലി കൊടുത്തത് അമ്മ മറന്നിട്ടില്ലല്ലോ. കൊടുക്കാൻ ഞാൻ അവനെ ചവിട്ടി പുറത്താക്കേണ്ടി വന്നു. ഇത് അങ്ങനെയല്ലടാ മോനെ, അവനെ കണ്ടാലറിയാം പാവം പയ്യനാ. ഒരു നിവർത്തിയില്ലാത്തോണ്ടല്ലേ മറ്റൊരാളുടെ വീട്ടില് ജോലിക്ക് വരണത്. മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോ എങ്ങനെ വയ്യാന്ന് പറയാ? അതും ഒരു മലയാളി. അമ്മ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇഷ്ടം പോലെ അയക്കോ. എന്നിട്ട് അവനവിടെ എന്താ? എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമി ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, നോക്കൂ,
ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നമ്മുടെ ഒരിക്കലും നീ എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണോന്ന്. അതാ പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല, അതിനു മുമ്പ് കിടപ്പുമുറി വരെ എത്തിയല്ലോടാ. അയ്യോ, ഇത് ഈ കുട്ടിയുടെ കിടപ്പൂറിയ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെന്താ ചക്ക വീണു പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ സേവനം ഫാമിൽ മതി, വീട്ടിൽ വേണ്ട. പേടിക്കണ്ട, കാണുന്ന ചൂടേ ഉള്ളൂ. പാവാ. കണ്ട അമ്മയുടെ മോനാണെന്ന് പറയേയില്ല. ശരിയാ നീ പറഞ്ഞത്. എല്ലാരും പറയും അവന് ചാച്ചയുടെ അതേ ചായയാണെന്ന്. എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ലു പറഞ്ഞ കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞത്. ഒരുമാതിരി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ച് തരാം. എടാ അനി, നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നേ? ഒന്നും ആലോചിക്കണ്ട, ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്നില്ല, വണ്ടി ഇവിടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ല്, ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാൻ. പതുക്കെ പറ പെണ്ണേ. ഒറ്റയ്ക്കല്ല, നിന്നെ കൂട്ടി. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതിലി ചാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ. ദീദി, ദീദി, ദീദി. വിട്ടോ, ആരും കാണണ്ട, ഞാനും ടൗണിലേക്കാ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മല്ലു കൊണ്ടാ ചീത്ത പറയും. ഇറങ്ങിക്ക. പ്ലീസ് അങ്ങനെ പറയല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓരോ അത്യാവശ്യം നടക്കില്ല മോളെ. വെറുതെ എന്റെ അത്യാവശ്യം നിലയിലാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിക്ക. പ്ലീസ്. ദീദി, അയ്യോ, വണ്ടി എടുക്ക്, അവൾ എന്നെ അന്വേഷിച്ചു വരിക. വേഗം പ്ലീസ്. വണ്ടിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. വണ്ടി എടുക്ക്, തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ മര്യാദക്ക് പറ, അല്ലാതെ ഒരുമാതിരി പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ. കേട്ടന്ന് ദീദി. എല്ലാം കറക്ക് കമ്പനികളാണല്ലോ. ചേട്ടാ, എന്തോ ദീദിയെ കണ്ടോ? പൂവല്ലോ ദീദി. ഏയ്, ഞാനെങ്ങും കണ്ടില്ല. ദീദി, ദീദി. ഇവിടെ എന്താ ടോളുണ്ടോ? ഹലോ, എന്താ? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എന്തിനാ? ഈ ചരക്ക് ഞാൻ എത്തിച്ചോളാം. അത് ശരിയാവില്ല. ഞങ്ങളൊന്ന് ലൈഫ് പ്ലാൻ ചെയ്യട്ടെ. എന്റെ ലൈഫിന്റെ പ്ലാൻ പോവും. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. എന്തേ കാണിക്കണേ? ഞാൻ വെളുത്തില്ലേടി. വെറുതെ പണി നീ പോയില്ലേ? ഞാൻ പറയട്ടെ. ഹിറ്റ്ലർ മാതാവ് കുട്ടി കുഞ്ഞുജോടി.
പേടിച്ചിട്ടൊന്നുമില്ല, ഞാനൊന്നും ചെയ്യാറില്ല. നീയും ചെയ്യണം കേട്ടോ. എന്താടാ ഇവിടെ? വേണ്ട വേണ്ടെന്ന് പലതവണ പറഞ്ഞ ഇത്രയും വലിയ കമ്പി കഷ്ണം കാണിച്ച് പേടിപ്പിച്ചു. സത്യമായിട്ടും പേടിച്ചിട്ടാ. എന്താ നിനക്കെന്താ വട്ട് പിടിച്ചോ? എത്ര നേരം മാർക്കറ്റിൽ കാത്തിരിക്കുന്നേ? നീ ഇവിടെ നിന്ന് വട്ട് കളിക്കാ? അല്ല ഞാൻ അത് പിന്നെ ഈ മൊത്തത്തിൽ പാടം പൂത്ത് വെക്കുന്ന കണ്ടപ്പം ഈ തന്നത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പം ഈ ചൂടാണല്ലോ, അതുകൊണ്ടാ. ആ ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ചൂട് മാറിയിട്ട് ബൈക്കുമായിട്ട് കടയിലേക്കല്ലേ? ശരി. എന്താണ്? അത് പറ്റില്ല, അത് പറ്റില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. വേണ്ട, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നീ നടന്നു പോക്കോ, പപ്പം വന്ന് എടുത്തോളൂ. അവന്റെ ഭാഗ്യം, ഒരു യുദ്ധൊഴിവായി. പോയോ? മനുഷ്യന്റെ ജീവൻ പോയി. അത് കുഴപ്പമില്ല, കളിയന്റെ ഒരു തമാശയല്ലേ. വാ കേറ്. ശരിയാ, വേഗം പോകാം. നിന്നോടല്ല, ഇവളോട്. ഇതെവിടെ കൊണ്ടുപോകണു? നിനക്കറിയില്ല ഓടിക്കാൻ. എനിക്ക് ഓടിക്കാൻ അറിയാം. ആണോ? ഭയങ്കര ഓട പഠിക്കണി. അല്ല, ഞാനൊന്ന് പറഞ്ഞോണ്ട് കൊണ്ടുപോണു. ഈശ്വര, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെ താലിമംഗളം. അതിനെക്കൊണ്ട് നീ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ, പിന്നെ ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ. ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ, എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ, നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചിട്ടാ. പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്നാ വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നുവല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുമോ? നീയും വാ. ഓ, ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാത്തൊന്ന് യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാടേ. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുമാരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയിടാ പണ്ടാറം. എനിക്കും എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ദാ ഈ കുപ്പി എടുത്ത് കാണിക്കണം. ഇങ്ങനെ വിഷമാണ്. ഓക്കെ, നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. പിടിച്ചേ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അത് ഇവനിത് ഓവറാക്കും ഉറപ്പായിട്ടും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? ആ അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ, ചളവാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ, പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. ഈടാ നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതല്ലടാ ഇതോ ഏത്? നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കയറിക്കാം. എനിക്കും ഭ്രാന്താവും. അല്ല, ഇപ്പൊ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. പോകാം. ദൈവമേ, സുഗു സിംഗിനെയും വിനു സിംഗിനെയും കാത്തോണേ. മോനെ നിക്ക്, ഞാൻ പറയട്ടെ. എനിക്കറിയാം ഈ കല്യാണം കളിക്കുന്നത് അവനാ. മോനെ, അമ്മ ഇതിൽ ഇടപെടണ്ട.
നല്ല സഹകരണം. പപ്പ എനിക്കറിയണം, കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്? അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് രണ്ട് സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് രണ്ടുപേർക്കും തലയില് പോയവര് സിക്കാരാ, ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ എടാ, ഇങ്ങോട്ട് വന്നേ. ഞാനെന്തിനാ വരുന്നത്? എടാ, നീ എന്റെ ആ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്നേതാ ദിവസം? ശനി. ഔ, ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. എന്നെ ആരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റം ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ, തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. ഇനി ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടന്? തൊട്ടിത്തരം പറഞ്ഞാണ്ടല്ലോ ആ നാക്കിനാ പിഴുതെടുക്കും. വേണ്ട, ഇങ്ങോട്ട് വന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാടാ, ഒറിജിനൽ ആണോന്ന് അറിയാം. ഒറിജിനൽ തന്നെയാ, ഹരീന്ദ്ര സിംഗ്. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. ആ, ദേ വരുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കേടാ മുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? അതെ, കവലയിൽ ഒന്നും നിർത്തണം കേട്ടോ. എനിക്ക് നാട്ടിലേക്ക് ഒരു മണി ഓർഡർ അയക്കാനുണ്ട്. ഓ, ചേട്ടന്റെ നാട് എവിടെയാ? മണ്ണാന്തൊടി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മുത്തശ്ശിയും പിന്നൊരു അനിയത്തിയും. അനിയത്തിയാ? അതെ. ഇതോ? ചേച്ചി നല്ല സുന്ദരിയാണല്ലോ. ഭയ്യ, ദേഖോ ഭയ്യ. ഇവളുടെ കല്യാണം കഴിഞ്ഞാണോ? അല്ല, അവൾക്ക് ഒരാളെ ഇഷ്ടാ. കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാളെ മാത്രമെന്ന് അവള്. പ്രേമം കൊന്നുകളയണം. ഞാനാണെങ്കിൽ അതാ ചെയ്യ. കൊന്നുകളയാം, പക്ഷെ ഒരേ രക്തമാകുമ്പോ അത് അത്ര എളുപ്പമല്ല. ആ തിരിച്ചറിവ് അവക്കുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞ അനുസരിക്കും. അനുസരിപ്പിക്കണം. പപ്പ, വണ്ടി നിർത്ത്. ഞാൻ വന്നേക്കാം. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഇത്രയും ദിവസമായിട്ട് നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിക്കാൻ പറ്റിയില്ല. വേണ്ട, അവനെ വിട്. ആ പൂജയോടെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അവളെ ഒടിച്ച് മടക്കി കറക്കിയെടുത്ത് മണ്ണാന്തൊടിയിലേക്ക് പോരുന്നോന്ന് ചോദിക്കാൻ എനിക്ക് 2 ദിവസം വേണ്ടി വന്നുള്ളൂ. പക്ഷേ അവൾക്ക് ഭയ്യയെ കുറിച്ച് പറയുമ്പോ 100 നാവാ.
അവരുടെ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോ ചോദിക്കാനൊരു പേടി. അബദ്ധമായി പോയാലോ? പിന്നെ നീ എന്ത് കിണപ്പാ ഉദ്ദേശിക്കുന്നത്? ദേ പറഞ്ഞ സമയം ഇപ്പൊ കഴിയും. കോടതിയിൽ കേസും പറഞ്ഞ ആണുങ്ങളെ സ്ഥലവും കൊണ്ടുപോകും. ഡേയ്, നീ ഒരു കാര്യം ചെയ്യ്. ഞാനൊരു ഉഗ്ര ഐഡിയ പറഞ്ഞു തരാം. തൽക്കാലം ഹരി എന്ന് പറഞ്ഞ് നീ ഇവനെ കൊണ്ടുപോയി അവിടെ കാണിക്കും. എന്റെ സെൽഫാൻ ശ്വസിച്ച് വളർച്ച മുരടിച്ചു പോയതാണെന്ന് പറഞ്ഞാ മതി. കാര്യം നടക്കട്ടെ. അല്ല ചേട്ടാ, ഇവര് പറഞ്ഞ കേക്ക്. സ്ഥലം കിട്ടിയാ നമുക്ക് വിൽക്കാം. എന്നിട്ട് ആ കിന്നാരത്തുമ്പികൾ റീമേക്ക് ഇറക്കാം. നാട്ടിലിപ്പോ റീമേക്കുകളുടെ കാലാണല്ലോ. റീമേക്ക് കിന്നാരത്തുമ്പി കേറ്റുകളയും പോടാ. അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഇവനൊക്കെ രക്തം ഉണ്ടോടെ? തമാശകള. നിന്റെ ഹരിയും ആ തെണ്ടി ഹരീന്ദ്ര സിംഗും കാഴ്ചക്ക് ഒരുപോലെയാണെന്നല്ലേ നീ പറഞ്ഞ? നീ നിന്റെ അവസ്ഥ ഹരീന്ദ്ര സിംഗിനോട് പറ. എന്നിട്ട് ഹരിയാണെന്ന് പറഞ്ഞിട്ട് കോടതി കൊണ്ടുപോയി നിർത്ത്. പ്രശ്നം തീർന്നില്ലേ? ഹരിയെ പോലെ ഒരാളെ അല്ല, ഹരിയെ തന്നെയാണ് എനിക്ക് ആവശ്യം. അല്ലെങ്കിൽ ഇത്രയും കാലം എന്റെ പെങ്ങൾ കാത്തിരുന്നത് വെറുതെയാവും. നിങ്ങൾ നോക്കൂ, കളി ഞാനൊന്ന് മാറ്റി കളിക്കാൻ പോവാം. ട്രെയിനിലും അവർക്ക് ശരിയായില്ല. ഇതെവിടെയാ? ഇതാണ് ഹരിയുടെ വീട്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പപ്പനോട് എല്ലാവരും ഗുരുമന്ദിറിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക. ഹരി ഇവിടെ കാണും. വാ. അതാണ് ഹരി, ഹരീന്ദർ സിംഗ്. ഇതാണോ നിന്റെ പെങ്ങള്? അതെ. നീ വിഷമിക്കണ്ട അച്ചു. നിന്നെ പോലും കണ്ടില്ല എന്ന് വെക്കണമെങ്കിൽ അതിന് വലിയ എന്തെങ്കിലും കാരണം അവനുണ്ടാവും. അല്ലാതെ എല്ലാവരെയും വിളിച്ചു നിർത്തി സത്യങ്ങൾ തുറന്നു പറയാൻ പലതവണ വിചാരിച്ചതോ. പക്ഷേ ഹരിയുടെ ഈ ഒളിച്ചു കളിക്ക് പിന്നിലെ കാരണം അറിയാതെ നീ കണ്ടോ, അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. നമ്മുടെ പഴയ ഹരിയായി തന്നെ. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയാ, ഹരീന്ദർ സിംഗിന്റെ ആ വീട്ടിൽ. അവിടുന്ന് വേണം നീ തുടങ്ങാൻ. എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ മാഷല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. ആരോരും ഇല്ലാതെ അവളെ നാട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റുക? അതാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. സാരമില്ല, അവൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. കഷ്ടപ്പാട് ഞങ്ങളുടെ കൂടപ്പറപ്പാ. കാർത്തിയുടെ വീട്ടിൽ കിടക്കാനൊരു ഇടം കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. എല്ലാം ശരിയാവും. എല്ലാം മാഷിയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു തന്ന പോലെ ചെയ്താൽ മാത്രം മതി. ഈ 5 അടി പൊക്കത്തില് 7 അടി കുരുട്ടുബുദ്ധിയാണല്ലേ? ഈ ദാൽ ഫ്രൈ തിന്നാ നടന്നു തൂറാന യോഗം. എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ.
तुझे देखा तो ये जाना सनम. ആസനമല്ല ഇന്ന് വെട്ടിപ്പൊളിക്കും. മല്ലു വരുന്നുണ്ട്, കൂടെ ആ തള്ളയും പിള്ളാരും ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കന്നന്തിരി ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് അവൻ നിങ്ങളെ തല്ലി കൊല്ലും. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. നീതു പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ച് തളർ വിളിക്കുന്നത്. പോടാ. അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. അയ്യോ, എവിടെയെങ്കിലും പോയി വിളിക്കണം. പ്രണാമം മാതാജി. ഹാ ബേട്ട, അവനെവിടെ? അവനിവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം, അല്ലേ? അല്ലേ? അല്ലാം. അവനെ വിളിക്കേ. ആ ഡാ, ദേ അമ്മ വിളിക്കണോ? നീ ഒളിച്ചിരിക്കാണോടാ? എടാ, നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ, ഇറങ്ങി വായോ. എവിടെയാണാവോ? വരൂ, വാ. ഒന്നുമില്ല, വാ. അമ്മ വിളിക്കണോ? വരൂ, പ്ലീസ് പ്ലീസ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ, അരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. നീ ഇനി ഒന്നും പറയണ്ട. എവിടെ അവള്? അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മേ, എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി വന്നതിന്റെ ബാക്കി നോക്കാം. എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം, അത് നീ എങ്ങനെയെങ്കിലും ശരിയാക്കി. ഇനി ചെവിയിൽ കുനുനാന്ന് പറയണ്ട. അനി എവിടെ? അവനെ കാണാനാ ഞാൻ വന്നത്. അല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഇവിടെ ഇത്ര ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെ തനിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാ അവനെവിടെ? അനി, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കണല്ലേ? നിന്റെ കാര്യം ഇപ്പൊ ശരിയായി തരാം. ഇതാണ് അമ്മ. മോളുടെ സാധനങ്ങളൊക്കെ എടുത്തോളൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ, അത് നീ ഒന്നും പറയണ്ട. എനിക്കുണ്ട് ഈ പ്രായത്തില് പെൺകുട്ടികള്. ഇവളെ ഞാൻ കൊണ്ടുപോകും. മോള് വാ. ഇവരെല്ലാം ഉണ്ട് അവിടെ. പിന്നെ അനിയെന്നും വരുമല്ലോ. എന്താ അമ്മേ ഇത്? ഇവളെ കാണാനല്ലേ വന്നത്? ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ. ഒന്നും ആലോചിക്കാനില്ല. നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ തീരുമാനിച്ചു. വാ മോളെ, വാ. ചേച്ചി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. എന്റെ കല്യാണത്തിന് ഇത്ര ഇടണേ. ഒന്ന് പോടി, അവളുടെ ഒരു കല്യാണം. നിങ്ങളുടെ പയ്യ എന്താ കല്യാണം കഴിക്കാത്ത? ഞങ്ങളെല്ലാം കെട്ടിച്ചു വിട്ടിട്ടെ പയ്യെ കല്യാണം കഴിക്കുന്ന. ഏത് ഈ പൊടിക്കുപ്പിയുടെ കൂടെ കഴിഞ്ഞിട്ടോ? ചേച്ചി എന്താ കല്യാണം കഴിക്കാത്ത? എനിക്കറിയാലോ, ചേച്ചിക്ക് വേറൊരാളെ ഇഷ്ടം അല്ലേ? ചെറുപ്പത്തിൽ അച്ഛനും അമ്മാവനും കൂടി പറഞ്ഞു വെച്ചതാ. ആളുടെ രൂപം കൂടി ഓർമ്മയില്ല. ഞാൻ വേറെ കേട്ടു. എന്നാ ഞങ്ങളുടെ ഭയ്യ ആയാലോ? അതിന് ഞാൻ പഞ്ചാബി അല്ലല്ലോ. ഞങ്ങളുടെ അമ്മയും പഞ്ചാബി അല്ലല്ലോ. അത് ഞാൻ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇവിടെ എല്ലാവർക്കും സമ്മതമുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ഭയ സമ്മതിക്കുമല്ലോ. എടാ പപ്പ, ഈ മല്ലുവിന്റെ തന്ത എന്തിനാ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്നു പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലാവത്ത. വല്ല സമൂഹ വിവാഹവും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പുര നിറഞ്ഞു നിൽക്കുകയല്ലേ പെമ്പിള്ളാര് 4 എണ്ണം. അതെ ചേട്ടാ, ഈ കല്യാണം കഴിക്കുള്ള പ്രായപരിധി എത്രയാ അറിയില്ലേ? പപ്പാ, ആ വണ്ടി ഒന്ന് നിർത്തി. എന്താടാ? ഒരു സാധനം എടുത്ത് കളയാം. കളഞ്ഞോടാ. പോടാ പട്ടികളെ, എല്ലാത്തിനും നേരത്തെ വെട്ടി കൊല്ലാനാണ് വിളിച്ചേക്കണ. പോടാ. നിങ്ങളെ എല്ലാരും കാണണമെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. ഞങ്ങളെല്ലാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഇവന്റെ വിവാഹം. പല നല്ല ആലോചനകളും വന്നു. പക്ഷേ ഇവൻ സമ്മതിക്കണ്ടേ? വല്ല കുഴപ്പമുണ്ടാവും. ഓരോരോ കുറ്റവും കുറവും കണ്ടുപിടിക്കും. പക്ഷെ ഇത്തവണ എന്തായാലും ഞങ്ങൾ അവനെ പിടിച്ച പിടി പൂട്ടിയിരിക്കുക. ഞങ്ങൾക്കൊരു കുട്ടിയെ ഇഷ്ടായി. ഇനിയിപ്പോ എല്ലാവരും ചേർന്ന് സന്തോഷായിട്ട് അതങ്ങ് നടത്തി തരണം. എവിടെ അവള്? വിളിക്കേ. ഈ അളിയനാള് കൊള്ളാലോ.
ഇനി നമ്മുടെ കാര്യത്തിൽ അങ്ങനെ എതിർക്കാൻ വന്ന കരഞ്ഞ കാല് പിടിക്കേണ്ടി വരും. പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരുമില്ലാന്നൊരു സങ്കടം ഇനി നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയുകയും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും അശ്വതിയെ വളരെ ഇഷ്ടമായി. നമ്മളെല്ലാരും കൂടി ആഘോഷമായിട്ട് ഇതങ്ങ് നടത്തുന്നു. ആ താമോളെ, ചെറിയൊരു ചടങ്ങ്, ഇത് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. ക്ഷമിക്കണം, ഈ കല്യാണം നടക്കില്ല. എല്ലാരും കൂടെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ഞങ്ങൾ വിചാരിച്ചു. കുറ്റപ്പെടുത്തതല്ല സാർ, ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇവളുടെ കല്യാണം അതെന്നോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാ. മരിച്ചുപോയ കുറെ ആത്മാക്കളുടെ ആഗ്രഹവുമാണത്. അതുകൊണ്ട് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്നിട്ടും ഇക്കാലം അത്രയും പ്രതീക്ഷയോടെ ഞങ്ങൾ അവനെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഹരിയെ സത്യത്തിൽ ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവ് പോലും ഹരി എന്താടാ ആങ്ങളെയും പെങ്ങളും കൂടി നാടകം കളിക്കുക? ഒരാള് പറയുന്നു കല്യാണത്തിന് സമ്മതമാണെന്ന്, നീ പറയുന്നു വേറൊരുത്തരെ കാത്തിരിക്കുകയാണെന്ന്. പാവങ്ങളല്ലേന്ന് കരുതി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ രണ്ടുപേരും കൂടി ഒത്തുകളിച്ച് ചതിക്കായിരുന്നല്ലേ? ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇനി രണ്ടിനെയും മല്ലു സ്ട്രീറ്റിൽ കണ്ടുപോരുത്. വേണ്ട, ഒരാളും ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ മാത്രം തീരുമാനമാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒന്ന് കാണണ്ടേ? ആരെ? ഹരീന്ദർ സിംഗിനെയോ? എന്തിന്? അത് നമ്മുടെ ഹരിയല്ല അച്ചു. നമുക്ക് തോറ്റുകൊടുക്കാം. അവൻ തന്നെ ജയിച്ചോട്ടെ. ഇത്രയൊക്കെ ആയിട്ടും അവന് നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. കഴിയില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ ഹരിക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ ഹരിയുന്നില്ല. ഈ വിവാഹം അതെല്ലാത്തിനും ഒരു പരിഹാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങൾക്ക് കാണേണ്ടത് ഹരീന്ദർ സിംഗിന്റെ മരണമാണ്. കഴിഞ്ഞ 7 വർഷങ്ങൾ മനസ്സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും അതുണ്ടാകുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ എന്റെ മുമ്പിൽ വേറെ വഴികളില്ല. എന്റെ നിവർത്തികേടാണത്. ഹരി, അതെ, ഹരിയാണ്. പക്ഷെ ഞാനത് സമ്മതിക്കുന്ന നിമിഷം ഹരീന്ദറിന്റെ മരണവുമാണ്. ഹരി, ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ വേഷമാറി നടക്കാൻ എന്ത് തെറ്റാ നീ ചെയ്ത്? അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അതോർത്താണോ നീ? തിരിച്ചു വരണമെന്ന് എത്രയോ തവണ ആഗ്രഹിച്ചു. എനിക്കതിന് കഴിയുമായിരുന്നില്ല. ഒരു ഏറ്റുപറച്ചിലല്ല, എന്റെ സാഹചര്യങ്ങൾ.
എങ്കിൽ പറ, എന്നെ പോലും വേണ്ടെന്ന് വെക്കാൻ മാത്രം എന്ത് വലിയ സാഹചര്യം ഹരിയായിട്ടുണ്ടായത്? എനിക്കതറിയണം. ആ സമാധാനത്തിൽ ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. ഇനി ഒരിക്കലും ഹരിയെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാനെങ്കിലും നിങ്ങളത് അറിയണം. അമ്മാവന്റെ മരണത്തിന് മുന്നിൽ പകച്ചു പോയപ്പോ നാട് വിടാൻ തീരുമാനിച്ചെങ്കിലും ഉള്ളിൽ ഉറച്ച പ്രതീക്ഷയുണ്ടായിരുന്നു എന്നെങ്കിലും തിരിച്ചു വരാൻ കഴിയുമോ. പക്ഷെ അന്ന് ആ രാത്രി പ്ലീസ്. ഹലോ, ഞാനും കൂടി വന്നോട്ടെ. അയാളായിരുന്നു യഥാർത്ഥ ഹരീന്ദർ സിംഗ്. ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതം. എന്റെ കഥ ചോദിച്ചറിയുന്നതിനേക്കാൾ അയാളുടെ കഥ എന്നോട് പറയുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം. ഇതാ എന്റെ കുടുംബം. അച്ഛൻ പഞ്ചാബിയാ, അമ്മ മലയാളിയും. ആ നടുക്ക് നിൽക്കണ ഞാൻ. ബാക്കി മുഴുവൻ പെങ്ങന്മാരാ. ഒരു 10 വയസ്സാണ് ഓർമ്മയുള്ളൂ. അതെന്ത് പറ്റി? ഒരു കളവ് 10-ാം വയസ്സില് കൂട്ടുകാരുടെ മുന്നിൽ ആളാവാൻ നോക്കിയതാ. ബാപ്പുജി അറിയാതെ ബാഗിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. ഒരു സൈക്കിൾ വാങ്ങാൻ ഒതിനെ തല്ലിയിട്ട് കാശ് എടുത്തതിനല്ല, എടുത്തില്ല എന്ന് കളവ് പറഞ്ഞിരുന്നു. കളവ് പറയുന്നത് മാത്രം ബാപ്പുജിക്ക് സഹിക്കില്ല. അന്നത്തെ വേദനയും അപമാനവും എന്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ നാടുവിട്ടു. തിരിച്ചു ചെല്ലണമെന്ന് പല തവണ ആഗ്രഹിച്ചതാ. പക്ഷെ മനസ്സ് നിറയെ വാശിയായിരുന്നു. ജോലി ചെയ്ത് കൈ നിറയെ സമ്പാദിച്ചിട്ട് ബാപ്പുജിയുടെ മുമ്പിൽ പോയി നിൽക്കണം, എന്നിട്ട് മാപ്പ് പറയണം. ഈ യാത്ര അവരുടെ അടുത്തേക്കാ. ബാപ്പുജിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, അതെല്ലാം തീർക്കണം. പെങ്ങന്മാരെ കെട്ടിച്ചയക്കണം. സ്വപ്നങ്ങൾ ഒരുപാടുണ്ടോ. താൻ മടങ്ങി ചെല്ലുന്ന കാര്യം അവർക്ക് അറിയോ? പിന്നെ ഞാൻ അറിയിച്ചു. അവരെല്ലാം എന്റെ വരവ് കാത്തിരിക്കുക. अगर तूने हमारा पैसा न लौटाया तो हमें मालूम है पैसा कैसा वसूल करना है. 4 ദിവസം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ മോഹം വന്നോണ്ടിരിക്കുക. നിങ്ങളുടെ കാശ് മുഴുവൻ തിരിച്ചു തന്നോളാം. ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ അവധിയാ. അടുത്ത തവണ വരുമ്പോ പലിശ അടക്കമുള്ള മുഴുവൻ പൈസയും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ചലോ. എന്നെ അവര് തിരിച്ചറിയോടോ? ഹരീന്ദർ അവരെ തിരിച്ചറിയോ? പിന്നെ അവരെ തിരിച്ചറിയാണ്ട് എന്നാ അവരും തിരിച്ചറിയും. താനും വരുന്ന എന്റെ കൂടെ ഒരു ധൈര്യത്തിന്. തമാശ പറഞ്ഞാടോ. എടോ, തനിക്ക് വണ്ടി ഓടിക്കാരോ? പോവാ. താൻ വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കൂടും. എനിക്ക് ഉറക്കം വരില്ലടോ. വെറുതെ കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണാൻ പോവാ. തിരിച്ചു കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, എന്റെ കുടുംബം. घर कब आओगे, घर कब आओगे।
എനിക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. ഇല്ലല്ലേ, അവര് എന്നെ കാണണ്ട.